ആ കൊട്ടാരത്തിൽ സുന്ദരിയായിട്ടുള്ള ഒരു തീം കാണാൻ സാധിച്ചു എന്നാണ്. എന്നിട്ടോ അങ്ങനെയൊക്കെ കണ്ട സമയത്ത് അയാൾ നോക്കുന്നതോ സുനാസം സുതതിം ഭാലം സുഖപോലം വരാനനം സമവിന്യസ്തകർണാഭ്യം ബിഭ്രതിം കുണ്ടലശ്രിയം. സുനാസം, അവളുടെ നാസം എന്ന് പറഞ്ഞാൽ നല്ല മൂക്കുള്ളവള്. സുദതി, അവള് എങ്ങനെയാവോ നാരദ മഹർഷി വായ പൊളിച്ചു നോക്കിയത്? അവൾക്ക് നല്ല പല്ലുണ്ടായിരുന്നു. സുഖപോലാം വരാനനം, വളരെ അവളുടെ കവിൾത്തടങ്ങളൊക്കെ നല്ല സുന്ദരമാണ്. കർണാഭ്യാം, അവളുടെ കർണത്തിൽ തൂക്കിയിരിക്കുന്ന ആ കുണ്ടലങ്ങളെ കൊണ്ട് നല്ല ശോഭിക്കുന്നുണ്ട്. കുണ്ടലശ്രിയം പിശങ്ക നീവിം ശുശ്രോണിയും. പിന്നെ അവളുടെ കമ്മലുകള്, അവളുടെ ശ്യാമാം കനകമേഖലാം പദ്യാം കുണഭ്യാം, അവളുടെ അരഞ്ഞാണം, അവളുടെ കാലിലുള്ള പാതുകങ്ങള്. നാരദ മഹർഷി പെണ്ണ് കാണാൻ പോയതുപോലെയാണ് കാണുന്നത്. പല്ല് വരെ നോക്കിയിട്ടുണ്ട് സുദതിയും. അത്ഭുതമാണ്. ഏതായാലും അപ്രകാരമുള്ള അവളെ കണ്ടതും ഇദ്ദേഹത്തിന്റെ മനസ്സ് വളരെയധികം അവളിലേക്ക് ഒരു ആകർഷണം വന്നു. ഒരു കാമ ചിന്തകളൊക്കെ അവളുടെ ഉള്ളിലേക്ക് വന്നു. അവളുടെ അടുത്ത് ചെന്നിട്ട് പ്രേമോൽഭ്രമൽഭ്രുവ, തന്റെ മനസ്സിൽ പ്രേമം നിറഞ്ഞുകൊണ്ട് അവളോട് ചോദിക്കുകയാണ്, കാത്തും കഞ്ചബലാചാക്ഷി കസ്യാസീഹ കുതസ്സതി ഇമാമുപരിം ഭീരു കിം ജിഗീഷസി സംശമേ കയേതേന വദായേതാം ഏകാദശ മഹാബടാ ഏതാവാലനാ സുഭ്രു കോയം തേഹി പുരസ്സരാ. കാത്തും കഞ്ചബലാചാക്ഷി, ഹേ സുന്ദരി, കസ്യ അസി, നീ ആരാണ്? ഇവിടെ എങ്ങനെ വന്നു? കുതൈഹ, എങ്ങനെ നീ ഇവിടെ എത്തിച്ചേർന്നു? ഇമാ പുരിം, ഇതാരുടെ പുരിയാണ്? ഹേ സുന്ദരി, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരൂ. പിന്നെ ചോദിക്കുകയാണ്, നിനക്ക് ഏകാദശ മഹാഭട, എത്ര പേര്? 11 ഭടന്മാര്. ഇവരാരാണ്? ഇവരൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് പറഞ്ഞു തരുമെന്ന്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എനിക്ക് നിന്നെ കണ്ടതും എന്ത് പറ്റി? വളരെ നിന്നോട് ആകർഷണം തോന്നി. ത്വം ഹ്രീഭവാനസ്യ വാഗ്രമാപതിം വിജുന്നതിക്കും മുനിവൽ രഹോവനെ ത്വദംഗ്രി കാമാപ്ത സമസ്തകാമം കപത്മകോശ പതിതക്കരാഗ്രാൽ. നോക്കൂ, എന്നെ കണ്ടതും എന്റെ മനസ്സിൽ നിന്നോടൊരു ആകർഷണം തോന്നി. നിന്നെ സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു. നീ ആരാണ്, എന്താണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുമെന്ന്. ഇത് പറഞ്ഞതും ആ പെൺകുട്ടി രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, നാരദര് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്തം പുരഞ്ചനം നാരി യാജമാനമധീരവൽ അഭ്യനന്ദതം വീരം അസന്തി വീരമോഹിതാം. ആ രാജാവിനെ നോക്കിക്കൊണ്ട് ആ സുന്ദരി ഇങ്ങനെ പറഞ്ഞു അത്രേ, ന വിധാമവയം സമ്യൽ കർത്താരം പുരുഷക്ഷപാം ആത്മനസ്സപരസ്യാപി ഗോത്രം നാമജയൽകൃതം ഇഹാദ്യ സന്തമാത്മാനം വിധാമന തതൽപരം ഏനേഹം നിർമ്മിതാ വീരാം പുരീ ശരണമാത്മനാം. സത്യം പറയാലോ രാജൻ, എനിക്കറിയില്ല. ന വിധാമവയം, ഞാൻ ആരുടെ പുത്രിയാണ്, എന്തുകൊണ്ട് ഇവിടെ വന്നു, ഇതൊന്നും എനിക്കറിയില്ല. ഈ കൊട്ടാരത്തെക്കുറിച്ചും എനിക്കൊന്നും അറിയില്ല. ആത്മനശ്ച പരസ്യാപി ഗോത്രം, ഇതൊന്നും സത്യം പറഞ്ഞാൽ ന വിധാമ, എനിക്കറിയില്ല. ഇപ്പോ ഞാനിവിടെ നിൽക്കുന്നു. ന വിധാമ തതപ്പരം, ഇതിലപ്പുറമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം. എന്താണത്? ഇവരൊക്കെ ഉണ്ടല്ലോ, ഏതേ സഖായ സഖ്യോ മേ നരാനാര്യശ്ചമാനതാം സുപ്തായം മൈ ജാഗർത്തി നാഗോയം പാലയൻ പുരിം. ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്, ഈ 11 പേര്. പിന്നെ ഈ സഖിമാരും എന്റെ സുഹൃത്തുക്കളാണ്. ഇനി ഞാൻ ഉറങ്ങുന്ന സമയത്ത് നാഗ പാലയ പുരിം, ഈ പാമ്പ് പുരിയെ പാലിക്കുന്നു. ഏത് പാമ്പ്? നേരത്തെ ഒരു പാമ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, 5 തലയുള്ള പാമ്പ്. ഈ പുരി പാലിക്കുന്നു. ഇനി സത്യം പറയാനല്ലോ രാജൻ, അങ്ങയെ കണ്ടപ്പോ എന്റെ മനസ്സിലും ഒരാഗ്രഹം തോന്നി. എന്താണത്? കാനാമവീര വിഖ്യാതം വധാന്യം പ്രിയദർശനം ന വൃണീത പ്രിയം പ്രാപ്തം മാതൃശീ ത്വാദൃശം പതിം. എന്നെപ്പോലുള്ളൊരു സുന്ദരി അങ്ങയെപ്പോലുള്ളൊരു സുന്ദരനെ മോഹിച്ചു പോവില്ലേ? ഞാൻ സുന്ദരിയും അങ്ങ് സുന്ദരനും, അങ്ങനെ സുന്ദരി ഞാനും നിങ്ങളും കൂടി ചേർന്നാൽ അപ്പൊ നമുക്ക് തിരുവോണം ആഘോഷിച്ചുകൂടെ? അതുകൊണ്ട് അങ്ങ് എന്റെ കുലവും ഗോത്രവും ഒന്ന് ചോദിച്ച് സമയം കളയണ്ട, നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ന് പറഞ്ഞപ്പോ രാജാവിന് വളരെ സന്തോഷമായി. അങ്ങനെ അവര് തമ്മിലുള്ള വിവാഹമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. വളരെ ധന്യമായിട്ടുള്ളൊരു വിവാഹം. രജിസ്റ്റർ മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതിദൗ ദമ്പതി തത്ര സമുദ്യ സമയം മിതാ താം പ്രവിശ്യപുരം രാജൻ മുമുദായേ ശതം സമാ
അങ്ങനെ അവർ രണ്ടുപേര് വിവാഹമൊക്കെ കഴിച്ച് സപ്തോപരി കൃതാധ്വാരപ്രസ്തസ്യാസുദേയതാം പൃഥക് വിഷയ ഗത്യർത്ഥം തസ്യാം യ കശ്ചനേശ്വര. ഈ കൊട്ടാരത്തില് 9 ഗോപുരങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. ഈ 9 ഗോപുരങ്ങളിലും ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ പുരഞ്ജനിയുമായി ചേർന്ന് ജീവിതത്തെ നയിച്ചതെന്ന് പറയാണ്. അതിങ്ങനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ക്രമേണ എന്ത് സംഭവിച്ചു ജീവിതത്തിൽ? ഏവം കർമ്മസു സംസക്ത കാമാത്മാ വഞ്ചിതോ ബുധ മഹിഷീയൽ യദീഹേത തത്തദേവാന്വർത്തതാം. ക്രമേണ ഈ ഭാര്യയോടൊത്തുള്ള ജീവിതം കൊണ്ട് ആ ആസക്തി വന്ന് കാമാത്മാ, ഇയാളൊരു മറ്റുള്ളവരോട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കാമാത്മാവായി വഞ്ചിതനായി തീർന്നു. ഇയാളുടെ ജീവിതം എങ്ങനെയാണ്? കൊജിൽ പിബന്ധ്യാം പിബതി. ഭാര്യ പിബന്ധ്യ എന്ന് പറഞ്ഞാൽ മദ്യപിക്കും. ഭാര്യയ്ക്ക് ലേശം കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. രാജകുമാരി ആയതുകൊണ്ടാണോ അറിയില്ല, അതുപോലെ മിലിറ്ററിക്കാരന്റെ മകളായതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ലേശം കഴിക്കുന്ന സ്വഭാവം ഭാര്യയ്ക്കുണ്ട്. അവൾ കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവായിരിക്കുന്ന പുരഞ്ജനനും പിബതി, മദിരയാണ് കഴിക്കുന്നത്. അസ്നന്ത്യാം, ഭാര്യ വല്ലതും കഴിച്ചാൽ അദ്ദേഹം കഴിക്കും. അങ്ങനെ ജക്ഷതി, ഭാര്യ ഗായന്ത്യാം, ഭാര്യ പാടിയാൽ ഭർത്താവും പാടും. ഇങ്ങനെയുള്ള ഭർത്താവാണ് അദ്ദേഹം. അച്ചടക്കമുള്ള ഭർത്താവായിരുന്നു എന്ന് വെച്ചാൽ നല്ലവണ്ണം അടക്കം അയാൾക്കുണ്ടായിരുന്നു പറയാണ്. ഇപ്രകാരം രുദതി, നല്ലവണ്ണം അവൾ കരഞ്ഞു കഴിഞ്ഞാൽ ഇവരും കരയും. പിന്നെയോ ഹസന്ത്യാം ഹസതി, ജൽപതി, ഇങ്ങനെയൊക്കെയുള്ള ഒരാള്. കൊജിത് ധാവന്ത്യാം, ഭാര്യ ഓടിയ പുറകിൽ ഇയാൾ ഓടും. ഇങ്ങനെയൊക്കെ എന്തിനു പറയണോ, ഇദ്ദേഹം ഭാര്യയുടെ ഒരു ആശ്രിതനായിട്ട് അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നിട്ടോ അതിനുശേഷം അങ്ങനെ കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് സ ഏകദാ മഹേശ്വാസു രഥം പഞ്ചാശ്യമാശുകം ദിഷം ദ്വിചക്രമേകാക്ഷം ത്രിവേണും പഞ്ചബന്ധുരം. ഒരിക്കൽ ഇദ്ദേഹം തന്റെ രഥവുമെടുത്ത് 5 അശ്വങ്ങളുള്ള രഥവുമെടുത്തുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. എങ്ങോട്ടാ പോയത്? ഏകാദശമൂനാഥ പഞ്ചപ്രസ്ഥമഖൽവനം. രാജാവ് വനത്തിൽ മൃഗയാവിനോദത്തിന് പോയി. ആരെ കൊണ്ടുപോയില്ല? ഭാര്യയെ കൊണ്ടുപോയില്ല. അങ്ങനെ മൃഗയാവിനോദമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തളർന്ന് പരവശനായിട്ട് വരുന്ന സമയത്ത് തതക്ഷുത്രിപരിശാന്തോ നിവൃത്തോ ഗൃഹമീയവൻ കൃതസ്നാദോചിതാഹാര സംവിവേശകതക്ലമ. വളരെ ക്ഷീണിച്ച് പരവശനായി തന്റെ കൊട്ടാരത്തിലെത്തിയപ്പോ വേഗം കുളിയൊക്കെ കഴിഞ്ഞു. തോഴിമാരെ ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നത്, മഹിഷ്യാമാദതേ, എന്റെ ഭാര്യ എവിടെ പോയി? ഭാര്യ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പൊ അന്ന് ഭക്ഷണം കൊടുക്കാൻ ആര് വേണ്ട? ഭാര്യയുടെ ആവശ്യമില്ല, തോഴിമാരൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം ഭാര്യയോട് ഓർമ്മ വന്നപ്പം എവിടെ പോയി എന്റെ ഭാര്യ? അവിടുന്ന് അന്തഃപുര സ്ത്രീകളോട് ചോദിച്ചു. അന്തഃപുര സ്ത്രീയോ അപൃച്ഛൽ വിമനായിവ വേദിഷൽ അഭിവക്കുശലം രാമാശ്വേശരേണം യഥാപുര. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു അങ്ങയുടെ ഭാര്യയെക്കുറിച്ച്, രാജ്ഞിയെക്കുറിച്ച്. പാവം നോക്കൂ, അടുത്ത മുറിയിൽ പോയി നോക്കൂ, അങ്ങയുടെ ബെഡ്റൂമിൽ പോയി നോക്കൂ. അവിടെ പോയപ്പോ കാണുന്നതോ തദൈദർഹിരോചന്തേ ഗൃഹേഷു ഗൃഹസംവദ യദനസ്യാൽ ഗൃഹേ മാതാ പത്നി വാ പതിദേവതാം. അപ്പൊ അവിടെ ചെന്നപ്പോ കാണുന്നത് ഭൂതലേ നിരവസ്ഥാരേ ശയാനം പശ്യ ശത്രുഘൻ. പോയി കാണൂ അങ്ങയുടെ പത്നി അവിടെ കിടക്കുന്നതെന്ന് പോയി നോക്കുമ്പോ അവിടെ ചെന്നപ്പോ കാണുന്നത് പുരഞ്ജന സ്വമഹിഷം നിരീക്ഷ്യാവതു വധുതാംഭുവി തത്സംഗോ മതിജ്ഞാനോ വൈക്ലബ്യം പരമം യയു. തന്റെ ശരീരവും മനസ്സൊക്കെ തളർന്ന് കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരൊക്കെ വരുന്നത് പോലെയാണ് ആ ഭാര്യ കിടക്കുന്നത്. വേഗം ആ ഭാര്യയുടെ ശിരസ്സെടുത്ത് തന്റെ മടിയിൽ വെച്ചുകൊണ്ട് പസ്പശ്ചപാദയുഗളം ആഹച ഉത്സംഗലാളിതം. പുരഞ്ജനൻ തന്റെ ഭാര്യയുടെ തല മടിയിൽ വെച്ചുകൊണ്ട് തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്, നൂനം ത്വത്കൃത പുണ്യാസ്തേ ഭൃത്യായേശീശ്വരാശുഭേ കൃതാഗസ്വാത്മസൽകൃത്വാ ശിക്ഷാദണ്ഡം നയുഞ്ചതേ. ആരാണ് ദേവി ഇങ്ങനെ വേദനിപ്പിച്ചത്? ആരാണ് ദേവി ഇങ്ങനെ അസ്വാസ്ഥ്യപ്പെടുത്തിയത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ഭാര്യ കരഞ്ഞാൽ ഇയാളും കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, സാത്വം മുഖം സുദതി സുബ്രനുരാഗഭാരവ്രീഡ വിളംബിത വിലസദ്ധിതാവലോകം നിലാളകാളീഭിരുവസ്കൃത മുന്നസം സ്വാനം പ്രദശ്യ മനസി വൽഗുവാക്യം.
ദേവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ള മുഖം എന്നെ കാണിക്കരുത്. ആ ദേവിയുടെ വളരെ വിശാലമായ പുഞ്ചിരിക്കുന്ന വളരെ സന്തോഷം തരുന്ന സ്വാനാം പ്രദർശ മനസ്സിനെ അതൊന്ന് എനിക്ക് കാണിച്ചു തരൂ. അപ്പൊ രാജാവ് പത്നിയുടെ തല തന്റെ മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് ദേവിയുടെ മുഖമൊക്കെ ഒന്ന് ദുഃഖമൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ നോക്കാൻ പറയുകയാണ്. എന്താ ഇങ്ങനെയൊക്കെ എന്നെ വേദനിപ്പിക്കണമെന്ന്? ആരാണ് ദേവിയെ വേദനിപ്പിച്ചത്? എന്തിനാണ് വേദനിപ്പിച്ചത്? പ്രസീത പ്രസീത, എന്നെ പ്രസാദം ചെയ്യൂന്ന്. അപ്പൊ രാജാവിന് നല്ലോണം ഭാര്യയോട് എന്തുണ്ടായിരുന്നു? ഇന്നാണെങ്കിൽ അങ്ങനെയൊക്കെ മൈൻഡ് ചെയ്യോ? ഭാര്യ അങ്ങനെ തലവേദന പിടിച്ച് കടന്നു കണ്ടിച്ചാൽ ഭർത്താവ് പറയും വേണമെങ്കിൽ ഗുളികെടുത്ത് കഴിച്ചു പറയും. കൊഞ്ചിക്കാനും ലാളിക്കാനൊന്നും പാർക്കും സമയമില്ല. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഇനി ഭാര്യയുടെ അടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങൾ. എന്നാൽ ഈ പുരഞ്ജനൻ പാവം തലയൊക്കെ മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് ആ ഭാര്യയോട് പറഞ്ഞു, ദേവി ഇങ്ങനെ ദുഃഖമുള്ള മുഖം എന്നെ കാണിക്കരുത്, സന്തോഷമുള്ള മുഖം എന്നെ കാണിക്കൂ. എന്താ ദേവി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോ 27ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോ കാണുന്നത് ആ ദേവിയുടെ മുഖമൊക്കെ മാറി. ഇത്തം പുരഞ്ജനം സദ്രിൽ അശ്വമാനീയ വിഭ്രമൈ പുരഞ്ജനി മഹാരാജ രേമേ രമയദീപതിം സരാജാ മഹിഷിം രാജൻ സുസ്നാദം രുചിരാനനാം കൃതസ്വസ്തേനം തൃപ്തം അഭ്യനന്ദൽ ദുപാഗതം. ആ രാജാവ് ആ ദേവിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു കാര്യം നിശ്ചയിച്ചു. ഇനി ദേവിയില്ലാതെ ഓരോ സ്ഥലത്തേക്കും പോകുന്ന പ്രശ്നമില്ല. കാരണം ഞാൻ പോയാൽ ദേവിക്ക് ദുഃഖാണ്, ദേവിക്ക് ദുഃഖം വന്നാൽ എനിക്കും ദുഃഖാണ്. എന്തിനാ ദുഃഖിക്കാൻ പോകുന്നത്? ദേവി ഇല്ലാതെ ഇങ്ങോട്ട് പോകണ്ട. ഇനി ജീവിതം ഇവിടെ തന്നെ ദേവിയുടെ കൂടെ അങ്ങോട്ട് ആസ്വദിക്കാം എന്ന് കരുതിയിട്ട് പിന്നെ കാമ ജീവിതം അങ്ങോട്ട് നയിക്കുകയാണ്. തയോ ഭഗൂഢ പരിരബ്ധഗന്ധരോ രഹോ ന മന്ത്രൈ അവകൃഷ്ടചേതന ന കാലരംഭോ ബുബുദേ ദുരത്യയം ദിവാ നിഷേധി പ്രമദാ പരിഗ്രഹ. തയോ ഭഗൂഢ, ഭാര്യയെ ആലിംഗനം ചെയ്യുന്നത് പറയണം. പരിരബ്ധഗന്ധരോ, കഴുത്ത് പിടിച്ചിട്ടാണ് അത്ര ആലിംഗനം ചെയ്യുക. സ്നേഹം കൂടിയിട്ടായിരിക്കാം. ഏതായാലും അങ്ങനെ അനുരാഗത്തിന്റെയും സന്തോഷത്തിന്റെയും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലരംഭോ ബുബുദേ ദുരത്യയം, പുറകിൽ കാലം വരുന്നത് കണ്ടില്ല എന്ന് പറയണം. അങ്ങനെ ഒരു വശത്ത് ഭാര്യയോടൊത്തുള്ള ജീവിതം നയിക്കുമ്പോഴും മറുവശത്ത് ആര് കടന്നു വരുന്നു? കാലം കടന്നു വരുന്നത് കണ്ടില്ല. അങ്ങനെ ഭാര്യയുമൊത്ത് പത്നിയുടെ എങ്ങനെ അയാളുടെ ജീവിതം ശയാന ഉന്നദ്ധമതോ മഹാമന മഹാർഹതൽപേ മഹിഷീ ഭുജോപതി താമേവ വീരോ മനുദേ പരം യഥാ തമോഭിഭൂതോ ന നിജം പരം ചയൽ. ശയാന, അദ്ദേഹം എങ്ങനെ കടന്നുറങ്ങുക? മഹിഷി ഭുജോപതി, ഭാര്യയുടെ കൈത്തണ്ടയിൽ തല വെച്ചിട്ട് കിടക്കും അത്രേ. അന്ന് തലയണ ഇല്ലാത്തതുകൊണ്ടല്ല, എന്നാലും അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. അപ്രകാരം ഭാര്യയുടെ കൈത്തണ്ടയിൽ കിടന്നുറങ്ങി. താമേവ വീരോ മനുദേ പരം യഥ, ഇതിനേക്കാളും പരമാനന്ദം വേറില്ല എത്ര ആൾക്ക് ഭാര്യയുടെ കൈത്തണ്ടയിൽ കിടന്നുറങ്ങുക. തമോഭിഭൂതോ ന നിജം പരം യൽ, ഇതിനേക്കാളും നല്ല സുഖകരമായ ജീവിതം വേറൊന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതേയില്ല. തമോ അഭിഭൂതോ, അന്ധകാരത്തിൽ ആ ഭാര്യയുടെ ശരീരവുമായിട്ടുള്ള ഒരു താതാത്മ്യം കൊണ്ട് ആ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന സുഖം തന്നെയാണ് സുഖം എന്നങ്ങോട്ട് ഉറപ്പിച്ച് ജീവിച്ചു അദ്ദേഹം. അപ്രകാരം രാജാവ് കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് അതാ രാജാവിന് അനവധി കുട്ടികളുണ്ടാവുന്നു. പിന്നീട് ആ കുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ആ കുട്ടികളെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാജാവ് അനവധി ഈജൈ കൃതുബിർഘോരേ ദീക്ഷിത പശുമാരകൈ ദേവാൻ പ്രതൻ ഭൂതപതിൻ നാനാകാമോ യഥാഭവൻ. ഒരു വശത്ത് കുടുംബജീവിതം നയിക്കുമ്പോഴും അനവധി ആചാര അനുഷ്ഠാനങ്ങളിൽ നിബദ്ധമായിരിക്കുന്ന പശുക്കളെ കൊല്ലുന്ന, നേരത്തെ പറഞ്ഞല്ലോ പശു എന്ന് പറഞ്ഞാൽ ആടുകളെ കൊല്ലുന്ന അനവധി യാഗങ്ങൾ രാജാവ് ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആസസാദ സവൈക്കാലോ യോ പ്രിയ പ്രിയയോഷിതം, രാജാവ് അറിയുന്നില്ല കാലം ഇങ്ങനെ വരുന്നത് എന്ന്. അങ്ങനെ ഇരിക്കെ രാജാവിന് ദുരന്തം വരാൻ തുടങ്ങി. എന്താ ദുരന്തം? ആദ്യത്തെ ദുരന്തം വരുന്നത് ചണ്ഡവേഗൈദിഖ്യാതോ ഗന്ധർവാധിപതി ഗന്ധർവാദസ്യ ബലിന ഷഷ്ട്യൂത്തര ശതത്രയം. ആ കാലഘട്ടത്തിൽ ഒരു രാജാവായിരുന്നു, ഗന്ധർവാധിപനായ രാജാവായിരുന്നു ചണ്ഡവേഗൻ. ആരാണ്? ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കണേ, കാരണം ഇനി നമുക്ക് ആവശ്യമുണ്ട്. ഈ കഥയൊക്കെ നമ്മൾ വേറെ രീതിയിൽ പറയും. അപ്പൊ ചണ്ഡവേഗൻ എന്നുള്ളൊരു രാജാവ്, ഗന്ധർവാധിപതിയായ രാജാവ്, അദ്ദേഹത്തിന് ഷഷ്ട്യൂത്തര ശതത്രയം 360 സൈന്യങ്ങളുണ്ടായിരുന്നു. അവരുമായിട്ട് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം ആണെങ്കിലോ എങ്ങനെയുള്ളവരാണ് ഈ സൈന്യങ്ങള്? ആ സൈന്യങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. എങ്ങനെയാണത്രേ? പകുതി പേര് ആണുങ്ങളും പകുതി പെണ്ണുങ്ങളാണ്, പകുതി കറുത്തവരും പകുതി വെളുത്തവരൊക്കെയാണ്.
ഇപ്രകാരം തചണ്ഡവേഗാനുചര പുരഞ്ജനപുരം യഥാ ഹർത്തുമാരേഭിരേ തത്ര പ്രത്യുഷേധൽപജാകര. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ പുരഞ്ജനന്റെ കൊട്ടാരം ആക്രമിക്കാൻ തുടങ്ങി. ആര്? ചണ്ഡവേഗനും ചണ്ഡവേഗന്റെ സൈന്യവും. അങ്ങനെ ഒരു വശത്ത് അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോ രാജാവ് ഇതെല്ലാം കണ്ട് ക്ഷീയമാനേ സസംബന്ധേ ഏകസ്മിൻ ബഹുർയുധ ചിന്താംബരം ജഗാമാർത്ത സരാഷ്ട്രപ്പുഴബാന്ധവ. രാജാവിന് മനസ്സിലായി ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വശത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജാവ് തളരാൻ തുടങ്ങി, അനവധി ചിന്തകളെ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സയേവ പുര്യാ മധു പഞ്ചാലേഷു സഭാഷതേ ഉപനീതം ബലിം ഗൃണ്ണൻ സ്ത്രീജിതോ നാവിതൽ ഭയം. എങ്കിലും ആ ഭാര്യയോടും മക്കളോടൊക്കെ ചേർന്നുള്ള ജീവിതത്തിൽ, തന്റെ ജീവിതത്തിൽ എന്തൊക്കെ ദുരന്തം വന്നാലും അതിലൊന്നും മനസ്സ് അദ്ദേഹത്തിന് പോവാതെ അങ്ങനെ പിടിച്ചു നിർത്തിയ അദ്ദേഹം, അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ദുരന്തം കൂടി വന്നു. ഇതൊരു ദുരന്തം ചണ്ഡവേഗന്റെ അടുത്തുനിന്ന്. അടുത്ത ദുരന്തം ആരാണ്? കാലസ്യ ദുഹിതാകാശിൽ. കാലനൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മകള്. അവളുടെ വകയായിട്ട് അടുത്ത ദുരന്തം. അപ്പൊ കാലൻ അന്നൊരു മകളുണ്ടായിരുന്നു. ആ മകളെ ഒരാളും കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ അമ്മായിയപ്പന്റെ ജോലി കേമായിട്ടുള്ള ജോലിയാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയാൽ മരുമകൻ പിന്നീട് ഫ്രൈയിലാവും. അതുകൊണ്ട് ഒരാളും കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. ഒരു ദിവസം മകൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഭാരത് മാട്രിമോണിയോ നെറ്റും ഗിറ്റും ഒക്കെ നോക്കി, മാലയോഗമൊക്കെ നോക്കി, എന്തിലും നോക്കിയിട്ട് എന്റെ പ്രപ്പോസൽ ശരിയാവണില്ല. ഇനി അച്ഛൻ നിർത്തിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെയാ മോളെ നീ നോക്കണത്? അവളൊരു മാലയൊക്കെ കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്താവോ ഉദ്ദേശ്യം? ആരെയാണോ ഞാൻ കാണുന്നത് അവരെ ഞാൻ കെട്ടിക്കോളാന്ന്. നല്ല ഏർപ്പാടല്ലേ? പണ്ടത്തെ സ്വയംവരം പോലെ. അങ്ങനെ അവൾ നിശ്ചയിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അവളെ എത്തുന്നത് എവിടെയാണ്? കാജിത് അടമാനസാ ബ്രഹ്മലോക മഹിംഗതം വവ്രേ ബൃഹൽഭൃതം മാം തൂ ജാനതീ കാമമോഹിത. നാരദ മഹർഷി പറയാണ്, എന്റെ ഒരു കഷ്ടകാലം നോക്കൂ, ഞാൻ ആ വഴിക്ക് വരികയായിരുന്നു. നാരദരെ, ഞാനാണെങ്കിൽ കല്യാണം കഴിക്കില്ല എന്നുള്ള വ്രതം എടുത്തിട്ട് വരികയാണ്. ഇവളുണ്ട് മാലയും കൊണ്ട് എന്റെ നേരെ ഓടി വന്നിരിക്കണു. ഞാൻ ചോദിച്ചു, ഇവളോട് എന്തിന്റെ പുറപ്പാടാണ് നീ കാണിക്കുന്നത്? അപ്പൊ അവള് പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു വ്രതം എടുത്തിട്ടുണ്ട്. ഏത് വ്രതം? കാണുന്നവനെ കെട്ടുന്നുള്ള വ്രതം. നാരദ മഹർഷി പറഞ്ഞു, അരുതരുതരുത്, എന്നെ കെട്ടരുത്. മയി സംരംഭ്യ വിപുലം ആശാപം സുദുസ്സഹം സാധുമർഹസി നൈകത്ര മല്യാഞ്ചാ വിമുഖോ മുനി. ഞാൻ ആ കുട്ടിയെ അവിടുന്ന് പറഞ്ഞയച്ചു. എങ്ങോട്ട്? ഋഷഭം യവനാനം തം ഋണേ വീര്യപ്സിതം പതിം സങ്കല്പത്വൈ ഭൂതാനം കൃതകിലേ നരിഷ്യതി. അവൾ നാരദരെ ശപിച്ചു എന്നാണ്. അങ്ങ് ഒരിടത്തും സ്ഥിരമാവാതെ പോട്ടെ എന്ന്. അങ്ങനെ ഒരു ശാപം നാരദർക്ക് ഇവളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ദക്ഷന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അടുത്ത 6-ാം സ്കന്ധത്തിൽ കഥ പറയും. സ്ഥാതുമർഹതി നൈകത്ര, ഒരു സ്ഥലത്തും അങ്ങ് ഉറയ്ക്കാതിരിക്കട്ടെ എന്നൊക്കെ അവൾ ശപിച്ചു എന്നാണ്. ഏതായാലും അവിടുന്ന് പറഞ്ഞയക്കുകയാണ് യവനേശ്വരം. ആരടുത്തേക്കാണ്? യവനൻ എന്ന് പറയുന്ന ആളടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് അവള് നീ പൊയ്ക്കോളൂ, അവിടെ ചെന്നിട്ട് അയാളെ കെട്ടിക്കോളൂ എന്ന്. ആ സമയത്തോ പാവം യവനൻ സന്ധ്യാവന്ദനോ എന്തോ ആയിട്ട് ധ്യാനനിരതനായിട്ടിരിക്കുകയാണ്. അപ്പോ ആ സമയത്ത് ഇയാളുടെ കഴുത്തിൽ കൊണ്ട് മാലട്ടു ഇവള്. അപ്പൊ യവനൻ ചോദിച്ചു, കണ്ണു തുറന്നു, ശംഖചക്ര കഥാധാരിയായിട്ട് ഭഗവാൻ വന്നു എന്നൊക്കെയാ വിചാരിച്ചത്. ചോദിച്ചു, നീ ആരാണ്? ഞാൻ അങ്ങയുടെ മിസ്സിസ്. എന്റെ മിസ്സിസോ? ഞാൻ കല്യാണം കഴിച്ച് വേറൊരു ഭാര്യയൊക്കെ ഉള്ള ആളാണ്. നീ എന്തിനാ എന്റെ കഴുത്തിൽ മാലിട്ടത്? എന്റെ അച്ഛൻ പറഞ്ഞിട്ടെന്ന്. ആരാ നിന്റെ അച്ഛൻ? കാലൻ. പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല. പറഞ്ഞു, ദേവി വിചാരിച്ച് നീ എന്നെ ഉപദ്രവിക്കരുത്, എന്റെ ഒരു അനുജുണ്ട്, അവനെ നിനക്ക് എന്തുകൊണ്ടും പറ്റും. അതോ ഭജദ്വമാം ഭജസ്വമാം ഭജന്തിം മേ ദയാം കുരു ഏതാവൻ പൗരുഷോ ധർമ്മോ യഥാർത്ഥാനനുകമ്പതേ പ്രജ്വാരോയം മമ ഭ്രാതാത്വം ചമേ ഭഗിനി ഭവ ചരാമുപാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനിക. എനിക്കൊരു സഹോദരനുണ്ട്, അവന്റെ പേര് പ്രജ്വാരൻ എന്നാണ്. പ്രജ്വാരൻ. എന്താ അവന്റെ പേര്? പ്രജ്വാരൻ. അവനെ നിനക്ക് എന്തുകൊണ്ടും അനുയോജ്യമാവും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവാം, നമുക്ക് സൈന്യങ്ങളുമായിട്ട് നിന്റെ കൂടെ ഞാനും ഉണ്ടാവാം. ഇവര് 3 പേരും ചേർന്ന്, സൈന്യവും ചേർന്നിട്ട് സൈനിക ഭയനാം നോയേ ബർഹിഷ്മൻ ദിഷ്ടകാരിണ പ്രജ്വാരകാലകന്യാഭ്യം വിജേരുർ അവനീമിമം. ഇവര് 3 പേരും സൈന്യങ്ങളുമായിട്ട് അങ്ങനെ ജീവിക്കുന്നതിന്റെ ഇടയിൽ അവള് പറഞ്ഞു കൊടുക്കുകയാണേ, അവളുടെ ഒരു ബുദ്ധി നോക്കണം. വന്ന പാർട്ടി ഏതായാലും നല്ല പാർട്ടിയാ. എന്താണ്? ഏകദാതുരബസ പുരഞ്ജനപുരിം നൃപ ഋതുർഭൗമഭോഗ്യാഢ്യം
ജരൽ പന്നകപാലിതം. നമ്മൾ എന്തിനാ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണത്? നമുക്ക് നല്ലൊരു കൊട്ടാരത്തിൽ പോയി താമസിച്ചൂടെ? ആര് പറഞ്ഞു കൊടുക്കുകയാണ്? കാലന്റെ മുകളിൽ നല്ല വീട്ടിൽ നിന്നാ വന്നത്. അപ്പൊ ഇനിയിപ്പോ എവിടെ പോവും? പുരഞ്ജനന്റെ കൊട്ടാരം നമുക്ക് പോയി ആക്രമിച്ച് നമ്മുടേതാക്കണം, അവിടെ പോയി താമസിക്കണം. എന്നിട്ട് അവളുടെ നേതൃത്വത്തില് പുരഞ്ജനപുരി ആക്രമിക്കാൻ അവരും പോയി. ഇവിടെയാണെങ്കിലോ തയോപപുജ്യമാനാനം വൈ യവനാ സർവദോഷിതം ധാവി പ്രവിശ്വസുദശം പ്രാർത്ഥയൻ സകലാംബുനിം തസ്യാം പ്രബീഢ്യമാനായം അഭിമാനി പുരഞ്ജന അവാപോർവിധാം സ്ഥാപൻ കുടുംബീ മമതാകുല. ഭാര്യയോടുള്ള അമിതമായ ആസക്തി, ഭാര്യയെക്കുറിച്ചുള്ള വിചാരം, കുടുംബത്തെക്കുറിച്ചുള്ള വിചാരം, ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സമയത്ത് മറുവശത്ത് കൊട്ടാരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ എല്ലാ സമ്പത്തും സമൃദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കന്യാഭകൂടോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മക നഷ്ടപ്രജ്ഞോ ഹിതൈശ്വര്യോ ഗന്ധർവയവനഫലാൽ. ഗന്ധർവന്റെ ഭാഗത്തുനിന്ന് ഒരു ഭാഗം, ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ ചണ്ഡവേകൻ, യവൻ എന്ന് പറഞ്ഞാൽ കാലപുത്രിയും ഇവരൊക്കെ കൂടി ചേർന്ന് ഇതിന്റെ ഇടയ്ക്ക് എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് ഇദ്ദേഹമാണെങ്കിലോ മനസ്സ് മുഴുവൻ ഭയം കൊണ്ടും കാമം കൊണ്ടും നിറഞ്ഞ് ഭയനാംനോഗ്രജാഭ്രാത പ്രജ്വാര പ്രത്യവസ്ഥിത ദാഹദാംബുരിം കൃസ്താം ഭ്രാതുപ്രിയതികീശയം. അങ്ങനെ പ്രജ്വാരൻ എല്ലാം കൂടി ചേർന്ന് ആ കൊട്ടാരം അങ്ങോട്ട് തകർത്തപ്പോ അവിടെ വെച്ച് അതാ അവിടുന്ന് ഓരോരുത്തർ പോവുകയാണ്. നശേകേ സോവിതും തത്ര പുരകൃശോരുവേവതു ഗന്ധുമൈച്ചതോ വൃക്ഷകോടരാദിവസാനലാൽ. എപ്രകാരമാണ് ഒരു മരത്തിന് തീപിടിച്ചാൽ അതിന്റെ പൊത്തിൽ നിന്ന് പാമ്പുകൾ അഴിഞ്ഞു പോകുന്നത്, അതേപോലെ ഈ കൊട്ടാരത്തിന് അപകടം വന്നപ്പോ ഒരു പാർട്ടി അഴിഞ്ഞുപോയി. ആര്? അവിടുന്ന് പാമ്പ് അഴിഞ്ഞുപോയി. പിന്നീട് അവിടുന്ന് 11 ഭടന്മാരുണ്ടല്ലോ, അവരും അവിടുന്ന് സ്ഥലം വിട്ടു. ഈ ഇവിടാണെങ്കിലോ മയ്യനാശിതേ ഭുങ്ക്തേ നാഥേ സ്നാദി മൽപര മൈരുഷ്ടേ സുസംസ്തസ്ഥ ഭർസിതേ യഥവാഗ്ഭയാൽ. ഞാൻ പോയാൽ എന്റെ ഭാര്യ ആര് നോക്കും? എന്റെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങോട്ട് കടന്നു വന്ന് അവസാനം തം യജ്ഞവശവോ നേന സപ്ഞപ്തായേ ദയാലുന കുടാരെ ചിച്ചിതുക്രുദ്ധ സ്മരന്തോമിവ സസ്യതൽ. പിന്നീട് അനവധി യാഗങ്ങൾ ചെയ്തിരുന്നല്ലോ. ആ യാഗങ്ങൾ ചെയ്തതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്നീട് ഭാര്യയെ ഓർത്തുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ആ യജ്ഞങ്ങൾ ചെയ്തതിന്, ആ പശുക്കളെ കൊന്നതിന്, ആ പശുക്കളുടെ പീഡയും അനുഭവിച്ച് അനന്തഭാരേ തമസി മഗ്നോ നഷ്ടസ്മൃതി സമാം ശാശ്വതീരനുഭൂയാർത്തിം പ്രമഥാ സംഘദൂഷിത. അങ്ങനെ കുറെ കാലം ചുറ്റിത്തിരിഞ്ഞ് എവിടെയോ ചെയ്ത ചില സുഹൃതങ്ങളെ കൊണ്ട് വിദർഭസ്യ രാജാ സിംഹസ്യ വേശ്മനി, വിദർഭ രാജാവിന്റെ മകളായി തീർന്നു. അപ്പം പുരഞ്ജനൻ ഇപ്പൊ ആരായി തീർന്നു? വിദർഭ രാജാവിന്റെ മകളായി തീർന്നു. അതെന്താ പെണ്ണായി തീരാൻ കാരണം? നേരത്തെ മരിക്കുന്ന സമയത്ത് ഭാര്യയെ തന്നെ സ്മരിച്ച് ഈ മനസ്സ് ആരെക്കുറിച്ച് ചിന്തിക്കും? ഒരു ഭാര്യയുടെ രൂപം, അതായത് ഒരു സ്ത്രീ രൂപം സ്മരിച്ചു. ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടുന്ന സുഖത്തെക്കുറിച്ച് ചിന്തിക്കുക കാരണം ആ സ്ത്രീ ശരീരത്തോട് മനസ്സിനൊരു ആസക്തി വരും. ഏതൊരു സാധനത്തോടാണോ, വസ്തുവിനോടാണോ, വ്യക്തിയോടാണോ മനസ്സിന് ആസക്തിയുള്ളത്, ആ ചിത്രം എടുക്കും ആര്? മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മനസ്സിന് ഏതിനോടാണോ ഒരു ഇഷ്ടമുള്ളത്, ആ ഇഷ്ടമുള്ളതിന്റെ രൂപം ആ മനസ്സെടുത്തിരിക്കും. അങ്ങനെ ആ മനസ്സ് ആ രൂപമെടുത്തിട്ട് ആ രൂപത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ശരീരത്തിൽ നിന്നും പോകുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി എന്തുണ്ടാക്കി കഴിഞ്ഞു? ഒരു വീടുണ്ടാക്കുന്നതിന് മുമ്പ്, സാധാരണ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു സ്കെച്ച് ഉണ്ടാക്കുമല്ലോ, പ്ലാൻ ഉണ്ടാക്കുമല്ലോ. അതുപോലെ നമ്മുടെ മനസ്സ് ഒരു ശരീരം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഏത് ശരീരവും ഒരു മനസ്സാകുന്ന പ്ലാനിന്റെ റിഫ്ലക്ഷനാണ്. നിങ്ങൾ വിചാരിക്കരുത് നേരത്തെ നിങ്ങളുടെ ശരീരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഈ ശരീരം നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? ഒരു സീഡ് രൂപത്തിലുണ്ടായിരുന്നു. നമ്മളൊരു ആൽവൃക്ഷത്തിന്റെ, ഒരു വലിയൊരു ആൽവൃക്ഷത്തിന്റെ വിശാലത മുഴുവൻ ചെറിയൊരു കടുകുമണിയേക്കാളും ചെറിയൊരു ആൽവൃക്ഷത്തിന്റെ വിത്തിൽ കാണാൻ സാധിക്കും. അപ്പോ ഏതൊന്ന് നമ്മൾ വിശാലതയിൽ കാണുന്നുണ്ടോ അത് നേരത്തെ അതിന്റെ സൂക്ഷ്മതയിലുണ്ട് എന്ന് പറയാണ്. അപ്പൊ എല്ലാം നേരത്തെ സൂക്ഷ്മതയിൽ നിന്ന് വികസിക്കുന്നതാണ്. അതുകൊണ്ട് ഭാരതീയ സൃഷ്ടി സങ്കല്പം എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് വന്നതല്ല, ഉള്ളത് വികസിച്ചതാണ്. നേരത്തെ സൂക്ഷ്മമായിരുന്നത് സ്ഥൂലമായി മാനിഫെസ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് അതിന് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രകടനം എന്ന് പറയുന്നത്.
ഞാൻ ഈ പറയുന്നതെല്ലാം എന്റെ ഉള്ളിൽ സൂക്ഷ്മമായി വിത്തുരൂപത്തിലുണ്ട്. അതെല്ലാം എന്നിൽ നിന്ന് പ്രകടമാവുകയാണ്. ഒന്നും പുറമേ നിന്ന് വരുന്നതല്ല. നേരത്തെ അതെല്ലാം എന്നിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പൊ സ്റ്റോർ ചെയ്ത സാധനങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നോട് ഗുജറാത്തി ഭാഷ പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എന്നിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ എന്ത് എന്നിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എന്ത് നിങ്ങളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, അതേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഏത് നമുക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ അത് നേരത്തെ ഉണ്ടായിരിക്കണം. ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ, ഇല്ലാത്തതിൽ നിന്നൊരിക്കലും ഉണ്ടാവുകയില്ല. അപ്പം ഇന്ന് നമ്മുടെ ശരീരം ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് നമ്മുടെ ശരീരം ഉണ്ട്. അതുണ്ട് എങ്കിൽ അത് നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? ഒരു സൂക്ഷ്മ രൂപത്തിൽ അല്ലെങ്കിൽ സീഡിന്റെ രൂപത്തിൽ ഉണ്ടായിരുന്നു. ഇനിയും നിങ്ങൾക്കൊരു ശരീരം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ വെച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ശരീരം വിട്ടുപോകുമ്പം വീണ്ടും അതേ ശരീരങ്ങളെടുത്ത് നമ്മൾ വരണം. ഇവിടെ പുരഞ്ജനൻ ആരുടെ ശരീരം ചിന്തിച്ചു? ഭാര്യയുടെ ശരീരം ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളോടുള്ള ആസക്തി കൊണ്ട് ആ ശരീരത്തോടൊരു അടുപ്പം വന്ന് അത്തരത്തിലുള്ള ചിന്തകൾ വന്നപ്പോ ആ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആ ഒരു സ്ത്രീ രൂപത്തെ എടുത്തു കാണണം. ആ സ്ത്രീ രൂപം എടുത്തുകൊണ്ട് ശരീരം വിടുക. കാരണം ഇപ്പോ ആരുടെ മകളായി? വിദർഭ രാജാവിന്റെ മകളായി, വൈദർഭിയായി തീർന്നു. അങ്ങനെ ആ കുട്ടി വളർന്ന് വികസിച്ച് വലുതായി കല്യാണമൊക്കെ കഴിക്കേണ്ട പ്രായമായപ്പോ ഉഭയേമേ വീര്യപണം വൈദർഭ്യം മലയധ്വജ യുധി നിർജിത്യ രാജന്യൻ പാണ്ഡ്യ പരപുരഞ്ജയ. അദ്ദേഹം മലയധ്വജൻ എന്ന് പറയുന്ന രാജാവിന് കല്യാണം കഴിച്ചു കൊടുത്തു.